തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെന്ന് ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സമ്മേളനം പ്രമേയത്തിലൂടെയാണ് ആവശ്യം ഉന്നയിച്ചത്. കേരള സ്റ്റേറ്റ് ദേവസ്വം പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സമ്മേളനം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഓച്ചിറ എൻ അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ വിശ്വാസവും സംരക്ഷിക്കും. ക്ഷേത്രത്തിന്റെ സമ്പത്ത് അത് വിശ്വാസികൾ നൽകുന്നതാണ്. അത് ആ ക്ഷേത്രത്തിന്റെ നവോത്ഥാനത്തിനും അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദീർഘകാലം ഇതിനുവേണ്ടി പ്രവർത്തിച്ച നിങ്ങളുടെ ആനുകൂല്യങ്ങൾക്കും അത് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് ഇത്തരം സംഘടനകൾ നമുക്ക് അനിവാര്യമാണ്. ഈ കരുനാഗപ്പള്ളി ഗ്രൂപ്പിന്റെ ഈ സമ്മേളനം ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡിന്റെ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് പ്രസിഡന്റ് പി മനോഹരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. 2003 കോർപ്പറേഷൻ വിജയിച്ച് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ ബാബു സാറിനോട് പറഞ്ഞു, സാറേ ഈ ഒരു ചന്തയിൽ 2 കച്ചവടം ഞങ്ങൾ ഇനി അനുവദിക്കില്ല. സാറോട് കാര്യം ചെയ്യണം. ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ഭൂരിപക്ഷം ശാന്തിക്കാർ, കഴകക്കാർ, വാചകന്മാർ, പഞ്ചവാദ്യം തുടങ്ങി തുടങ്ങിയ ക്ഷേത്ര ജീവനക്കാർ പെൻഷൻ പറ്റുമ്പോ അവരുടെ ആനുകൂല്യങ്ങൾ 3 ഗഡുവായി കൊടുക്കുന്നു. എന്നെ പോലെയുള്ള ഒരാൾ പെൻഷൻ പറ്റിയാൽ ഒറ്റ ഗഡുവായി അവസാനിപ്പിക്കണം. സംസ്ഥാന പ്രസിഡന്റ് ആർ ഷാജി ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് സെക്രട്ടറി ആർ അയ്യപ്പരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി ചന്ദ്രൻ, ആനയറചന്ദ്രൻ, കെ മുരളീധരൻ നായർ, വി വത്സലകുമാരി, ഡി ശ്രീകുമാർ, ഇടക്കുളങ്ങര ഗോപൻ, ഡി സുരേഷ് കുമാർ, ആർ വിജയകുമാരി, എസ് അനിൽകുമാർ, ആർ സതീഷ് കുമാർ, സി സുരേഷ് കുമാർ, എം ജി രാജേന്ദ്ര പ്രസാദ്, എൻ സുരേഷ് പൂറ്റി തുടങ്ങിയവർ പങ്കെടുത്തു. പി മനോഹരൻ പിള്ളയെ പ്രസിഡന്റായും, എം ജി രാജേന്ദ്ര പ്രസാദിനെ വർക്കിംഗ് പ്രസിഡന്റായും, ആർ അയ്യപ്പരാജനെ സെക്രട്ടറിയായും, മോഹൻകുമാറിനെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.